ഹായ് എല്ലാവർക്കും പോളിടെക്നിക് അലേർട്സ് മലയാളത്തിലേക്ക് സ്വാഗതം. അപ്പോൾ പോളിടെക്നിക് അഡ്മിഷനായിട്ട് നോക്കിയിരിക്കുന്ന ഒരുപാട് ആളുകൾ നമ്മുടെ ചാനൽ കാണുന്നുണ്ടെന്നറിയാം. അപ്പോൾ നിങ്ങൾക്ക് വേണ്ടിയുള്ള ഒരു വീഡിയോ ആണ് ഇന്നത്തെ വീഡിയോ. ഇതുപോലെ പോളിടെക്നിക്കായിട്ട് ബന്ധപ്പെട്ട എന്ത് കാര്യത്തിനും നിങ്ങൾക്ക് ഈ ചാനലിനെ സമീപിക്കാം. നിങ്ങളൊരു വീഡിയോയ്ക്ക് താഴെ കമൻറ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ നമ്മൾ അതുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് പറഞ്ഞു തരുന്നതായിരിക്കും. എന്ത് സംശയങ്ങളുണ്ടെങ്കിലും നിങ്ങൾക്ക് കമൻറ്റ് ചെയ്യാം. അപ്പോൾ പോളിടെക്നിക് അഡ്മിഷൻ നോക്കുന്ന ആളുകൾ അല്ലെങ്കിൽ പഠിച്ചുകൊണ്ടിരിക്കുന്ന ആളുകൾക്കൊക്കെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ നിങ്ങൾക്ക് ഒരുപാട് ഗുണമുള്ള കാര്യങ്ങൾ ഈ ചാനലിൽ കൂടെ നിങ്ങൾക്ക് കിട്ടുന്നതായിരിക്കും. അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് എന്താണെന്ന് വെച്ചാൽ നിങ്ങൾക്ക് ഒരുപാട് സംശയങ്ങളുണ്ടായിരിക്കും. പോളിടെക്നിക് അഡ്മിഷനായിട്ട് ബന്ധപ്പെട്ട് ഒരുപാട് സംശയങ്ങളുണ്ടായിരിക്കും. ആ സംശയങ്ങളൊക്കെ അതിനൊക്കെ ഒരു ആൻസർ ആയിട്ടാണ് ഇന്ന് വന്നിട്ടുള്ളത്. പരമാവധി വേണ്ടപ്പെട്ട ഒരുവിധം കാര്യങ്ങളെല്ലാം നമ്മൾ ആഡ് ചെയ്തിട്ടുണ്ട്. ഇനി എന്തെങ്കിലും അറിയാൻ ആവശ്യമുണ്ടെങ്കിൽ ഈ വീഡിയോയ്ക്ക് താഴെ കമൻറ്റ് ചെയ്താൽ മതി. 21/5/2025 മുതലാണ് ഈ അഡ്മിഷൻ വൺ ടൈം രജിസ്ട്രേഷൻ ആരംഭിച്ചിട്ടുള്ളത്. അപ്പോൾ ഇനി മെയിനായിട്ട് നിങ്ങൾക്ക് അപേക്ഷകർക്കുള്ള നിർദ്ദേശങ്ങൾ എന്തൊക്കെയാണെന്ന് വെച്ചാൽ www.polyadmission.org എന്ന വെബ്സൈറ്റ് വഴി 21/5/2025 മുതൽ അപേക്ഷ സമർപ്പിക്കാവുന്നതാണ്. നിങ്ങൾക്ക് അപേക്ഷാ ഫീസ് വരുന്നത് 200 രൂപയാണ്. SC ST വിഭാഗക്കാർക്ക് അത് 100 രൂപയാണ്. അല്ലാത്തവർക്ക് എല്ലാവർക്കും 200 രൂപയാണ് ഫീസ് വരുന്നത്. അതുപോലെ തന്നെ പ്രധാനപ്പെട്ടൊരു കാര്യം എന്താണെന്ന് വെച്ചാൽ നിങ്ങൾ അപേക്ഷ നൽകുന്ന സമയത്ത് OTP ആവശ്യമായി വരുന്നതിനാൽ ബന്ധപ്പെട്ട മൊബൈൽ ഫോൺ കയ്യിൽ കരുതുക. അതായത് നിങ്ങളൊരു നമ്പർ കൊടുക്കുന്ന സമയത്ത് പരമാവധി നിങ്ങളുടെ നമ്പർ തന്നെ നിങ്ങൾ കൊടുക്കാൻ ശ്രമിക്കുക. കാരണം OTP കാര്യങ്ങൾ അതുപോലെ നിങ്ങളുടെ ഇമെയിൽ ID ആണെങ്കിൽ അതിലേക്ക് OTP കാര്യങ്ങളൊക്കെ വരുന്നതായിരിക്കും. അപ്പോൾ നിങ്ങളുടെ തന്നെ നിങ്ങൾ കൊടുക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് നിങ്ങളുടെ ഫോണിൽ നോക്കി അത് പെട്ടെന്ന് പറയാനും അതിൻ്റെ കാര്യങ്ങളെല്ലാം നിങ്ങൾക്ക് നോക്കാനും പറ്റുന്നതായിരിക്കും. അതേപോലെ ആർക്കൊക്കെ പോളിടെക്നിക് ഡിപ്ലോമ പ്രവേശനത്തിനായിട്ട് അപേക്ഷ നൽകാമെന്നുള്ളത് നിങ്ങൾ SSLC THSLC അല്ലെങ്കിൽ തത്തുല്യ പരീക്ഷ പാസ്സായിട്ടുണ്ട്. അതിൽ നിങ്ങൾ കണക്ക്, ഇംഗ്ലീഷ്, മാത്സ് തുടങ്ങിയ വിഷയങ്ങൾ നിങ്ങൾ പഠിച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് എഞ്ചിനീയറിംഗ് സ്ട്രീമിലേക്ക് നിങ്ങൾക്ക് അപേക്ഷിക്കാൻ പറ്റും. നിങ്ങൾ കണക്ക്, ഇംഗ്ലീഷ് വിഷയങ്ങൾ മാത്രമാണ് നിങ്ങൾ പഠിച്ചിട്ടുള്ളത് എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് നോൺ എഞ്ചിനീയറിംഗ് സ്ട്രീമിലേക്കും അപേക്ഷിക്കാൻ കഴിയും. ആ ഒരു സംശയം മാറിയെന്ന് ഞാൻ വിചാരിക്കും. നിങ്ങൾ കണക്ക്, സയൻസ്, ഇംഗ്ലീഷ് വിഷയങ്ങൾ പഠിച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും? നിങ്ങൾക്ക് എഞ്ചിനീയറിംഗ് സ്ട്രീമിലേക്ക് അപേക്ഷിക്കാൻ പറ്റും. അതേപോലെ തന്നെ നോൺ എഞ്ചിനീയറിംഗ് സ്ട്രീമിലേക്ക് അപേക്ഷിക്കാനുള്ള ഏതൊക്കെയാണ്? കണക്ക്, ഇംഗ്ലീഷ് വിഷയങ്ങളും പഠിച്ചവർക്ക് അപേക്ഷ നൽകാൻ പറ്റും. ഇനി അപേക്ഷ നൽകൽ എങ്ങനെയാണ്? ഈ പോളിടെക്നിക്കായിട്ട് ബന്ധപ്പെട്ട് ഈ ഒരു അഡ്മിഷന് വേണ്ടി നിങ്ങൾ അപേക്ഷ നൽകുന്നത് എങ്ങനെയാണെന്നുള്ളതാണ് പറയാൻ പോകുന്നത്. www.polyadmission.org എന്ന വെബ്സൈറ്റിൽ ഓൺലൈനായി വൺ ടൈം രജിസ്ട്രേഷൻ നടത്തിയതോടെ നിങ്ങൾക്ക് എന്ത് ചെയ്യാം? അപേക്ഷകൾ സമർപ്പിക്കുമായി. നിങ്ങളൊരു വൺ ടൈം രജിസ്ട്രേഷൻ നടത്തി നിങ്ങളുടെ ഡീറ്റെയിൽസും കാര്യങ്ങളെല്ലാം ആഡ് ചെയ്തതിനു ശേഷം നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും? അപേക്ഷകൾ സമർപ്പിക്കാൻ പറ്റും. അപേക്ഷ ഫീസ് എങ്ങനെയെന്നുള്ളൊരു കാര്യം, ജനറൽ വിഭാഗത്തിന് 200 രൂപയും SC ST വിഭാഗത്തിന് 100 രൂപയുമാണ് അപേക്ഷാ ഫീ വരുന്നത്. അതുപോലെ തന്നെ അഡ്മിഷൻ്റെ സെലക്ഷൻ പ്രക്രിയ എങ്ങനെയാണ് നിങ്ങൾക്ക് അഡ്മിഷൻ കിട്ടുന്നത്? നിങ്ങൾ ഈ ഒരു വൺ ടൈം രജിസ്ട്രേഷനും കാര്യങ്ങളെല്ലാം ചെയ്തതിനു ശേഷം എങ്ങനെയാണ് നിങ്ങൾക്ക് അഡ്മിഷൻ കിട്ടുന്നതുമായിട്ടുള്ള ഒരു സംശയം ഉണ്ടായിരിക്കും. ഈ അപേക്ഷ നൽകുന്നവരുടെ ഇൻഡെക്സ് മാർക്ക് അടിസ്ഥാനപ്പെടുത്തി തയ്യാറാക്കുന്ന റാങ്ക് ലിസ്റ്റ് പ്രകാരം അലോട്ട്മെൻറ്റ് പ്രക്രിയയിലൂടെയാണ് അഡ്മിഷൻ നടക്കുന്നത്. നിങ്ങളുടെയൊക്കെ ഇൻഡെക്സ് മാർക്ക് നിങ്ങൾക്ക് എത്രത്തോളം 10ാം ക്ലാസ്സിൽ മാർക്ക് ഉണ്ട്, അത് ടോട്ടൽ മാർക്കും അതുപോലെ തന്നെ ഇൻഡെക്സ് മാർക്കൊക്കെ ആഡ് ചെയ്തിട്ട് ആ ഒരു മാർക്കിനനുസരിച്ച് നിങ്ങൾക്ക് എന്ത് ചെയ്യും? ഒരു റാങ്ക് ലിസ്റ്റ് നിങ്ങൾക്ക് പ്രസിദ്ധീകരിക്കും. അതുവഴിയാണ് നിങ്ങൾക്ക് അലോട്ട്മെൻറ്റ് കിട്ടുന്നത്. അതുപോലെ തന്നെ അപേക്ഷ സമർപ്പിക്കേണ്ട അവസാന തീയതി എന്താണ്? 12/6/2025 ജൂൺ 12 വരെയാണ് നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും? അപേക്ഷ സമർപ്പിക്കാനുള്ള അവസാന തീയതി പറഞ്ഞു. ഒരു വിദ്യാർത്ഥിക്ക് എത്ര വരെ ഓപ്ഷൻസ് നൽകാം? ഒരു വിദ്യാർത്ഥിക്ക് കേരളത്തിലെ ഏത് പോളിയിലേക്കുമുള്ള 30 ഓപ്ഷൻസ് വരെ നൽകാം. അതായത് എന്ത് ചെയ്യാൻ പറ്റും? നിങ്ങൾക്ക് കേരളത്തിലുള്ള 30 ഓപ്ഷൻസ് വരെ, കേരളത്തിലെ ഏത് പോളിയിലേക്കുള്ള 30 ഓപ്ഷൻസ് വരെ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും? അപേക്ഷ സമർപ്പിക്കാൻ പറ്റും. അപേക്ഷിക്കാൻ ആവശ്യമായ രേഖകൾ ഒരുപാട് പേര് ചോദിച്ചുള്ളൊരു കാര്യമാണ്, എന്തൊക്കെ ഡോക്യുമെൻറ്റ്സ് ആണ് വേണ്ടതെന്നുള്ളത്. SSLC THSLC ഇക്വാലൻറ്റ് സർട്ടിഫിക്കറ്റ്, അതായത് ഇതുമായിട്ട് ബന്ധപ്പെട്ട SSLC ആയിരിക്കും മിക്കവാറും പേരും, THSLC ആയിരിക്കും മിക്കവാറും പേരും വെക്കുന്നത്. പിന്നെ കാസ്റ്റ് കമ്മ്യൂണിറ്റി സർട്ടിഫിക്കറ്റ്, നിങ്ങൾക്ക് റിസർവേഷനും കാര്യങ്ങൾക്ക് ഒരുപാട് ഈ സർട്ടിഫിക്കറ്റ് ആവശ്യമായിട്ട് വരും. ഇൻകം സർട്ടിഫിക്കറ്റ്, അതുപോലെ ആധാർ, നോൺ ക്രീമി ലെയർ സർട്ടിഫിക്കറ്റ്. ഈ നോൺ ക്രീമി ലെയർ കാറ്റഗറിക്കാർക്ക് മാത്രമാണ് ആ ഒരു സർട്ടിഫിക്കറ്റ് വരുന്നത്. അത് നിങ്ങൾ എന്തായാലും ഉണ്ടാക്കേണ്ടി വരും. അതുപോലെ തന്നെ മുകളിൽ പറഞ്ഞിട്ടുള്ള ഈ ഒരു ഡോക്യുമെൻറ്റ്സ് എല്ലാം നിങ്ങൾ അഡ്മിഷൻ എടുക്കുമ്പോൾ ഈ രജിസ്ട്രേഷൻ ചെയ്യുന്ന സമയത്ത് അപേക്ഷിക്കാൻ പോകുമ്പോൾ നിങ്ങൾക്ക് വേണ്ടി വരും. കൂടാതെ ഏതെങ്കിലും റിസർവേഷൻ സീറ്റിലേക്ക് അപേക്ഷിക്കുന്നവരാണെങ്കിൽ അത് തെളിയിക്കുന്ന രേഖകൾ കൂടി വേണം. നമുക്ക് ഒരുപാട് റിസർവേഷൻ കിട്ടുന്ന എത്ര % റിസർവേഷൻ നമുക്ക് സീറ്റിന് കിട്ടുന്നുണ്ട്. അപ്പോൾ അത് ഏതൊക്കെയാണ് ഞാൻ പറഞ്ഞു തരാം. അതുമായിട്ട് ബന്ധപ്പെട്ടൊരു വീഡിയോ നമുക്ക് ചെയ്യാം. അപ്പോൾ അല്ലെങ്കിൽ നിങ്ങൾ നോക്കിയിട്ട് നിങ്ങൾക്ക് കാണാൻ പറ്റും. അപ്പോൾ അതായിട്ട് ബന്ധപ്പെട്ടുള്ള രേഖകൾ കൂടി നിങ്ങളുടെ കയ്യിൽ വേണം. ഈ നോൺ ക്രീമി ലെയർ പറയുന്ന OBC OEC കാറ്റഗറിയിൽ ആനുവൽ ഇൻകം 8 ലക്ഷത്തിന് താഴെയുള്ളവർക്കാണ് ഉണ്ടാക്കേണ്ടത്. അപേക്ഷയിൽ നോൺ ക്രീമി ലെയർ സെലക്ട് ചെയ്യുന്നവർ മാത്രം സർട്ടിഫിക്കറ്റ് ഹാജരാക്കിയാൽ മതി. അല്ലാത്തവർ അപ്ലിക്കേഷൻസ് നോട്ട് അപ്ലിക്കബിൾ എന്ന് സെലക്ട് ചെയ്ത് വിട്ടാൽ മതി. അതുപോലെ തന്നെ സർട്ടിഫിക്കറ്റിൻ്റെ വാലിഡിറ്റി പറയുന്നത് കാസ്റ്റ് കമ്മ്യൂണിറ്റി സർട്ടിഫിക്കറ്റ് ഒക്കെ 3 ഇയർ ആയിരിക്കും. ഇൻകം നോൺ ക്രീമി ലെയർ ഒക്കെ 1 ഇയർ ആയിരിക്കും. EW സർട്ടിഫിക്കറ്റ് 1 ഇയർ ആയിരിക്കും. അതുപോലെ തന്നെ നോൺ ക്രീമി ലെയർ സർട്ടിഫിക്കറ്റ് 1 ഇയർ ആയിരിക്കും. അപ്പോൾ എന്താണെന്ന് വെച്ചാൽ നിങ്ങൾ ഓൾറെഡി സർട്ടിഫിക്കറ്റ് ഒക്കെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ടെങ്കിൽ അതിൻ്റെ കാലാവധി എത്രത്തോളം ഉണ്ട് നോക്കുക. അല്ലാന്നുണ്ടെങ്കിൽ വളരെ പെട്ടെന്ന് തന്നെ വില്ലേജ് ഓഫീസുമായിട്ട് ബന്ധപ്പെട്ട് നിങ്ങൾ എന്ത് ചെയ്യാൻ പറ്റും? ഈ സർട്ടിഫിക്കറ്റുകളൊക്കെ നിങ്ങൾ മാക്സിമം പെട്ടെന്ന് തന്നെ ഉണ്ടാക്കാൻ നോക്കുക. അപ്പോൾ ഇതൊക്കെയാണ്
പ്രധാനപ്പെട്ട കുറച്ച് ചോദ്യങ്ങളും അതിൻ്റെയൊക്കെ ഉത്തരങ്ങളും, ഈ എന്തെങ്കിലുമൊക്കെ സംശയമാണെങ്കിൽ താഴെ കമൻറ്റ് ചെയ്യാൻ നമുക്ക് പറയാം.